ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണ ശുക സംവാദം. എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖനും അവനോടു ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊല്ലടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച ഭീമാന വിരോധം വരുത്തിയാരോ തവ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസേ ഖേദം കളഞ്ഞു ചൊല്ലിടടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോടു ചൊല്ലിടിനാൻ. രാക്ഷസരാജപ്രവരാജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിടുവൻ. സിന്ധുതന്നുത്തര തീരോപരി ചെന്നൊരന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ. ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാനാമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു. ദൂതനവധ്യനയപ്പിനയപ്പിനാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരുമയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവവീരനനുജ്ഞയാ സാദരം. പിന്നെ രഘൂത്തമനെന്നോടു ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോടു ചൊല്ലുക. സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലാകിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലുമൊന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്ധനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിനു ബലമെങ്കിലെന്നോടു പോരിനായി കൊണ്ടു പുറപ്പെടുക ശുനേ. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങു പൊക്കൊരു രോഷവുമാശു തീർത്തിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുക ശുനേ എന്നരുളി ചെയ്തിരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടുമൊന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കടേ. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കപിപുംഗവ പാലിതം. പർവതസന്നിഭന്മാരായ വാനരർ കുലുങ്ങവേ ഗർജനവും ചെയ്തു.
സർവലോകങ്ങളും ഭസ്മമാക്കിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാവതാമരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന അലറി നിൽക്കുന്നവർ. 100,000 പടയോടും റിപുക്കളെ നീറാക്കുവാനുഴറ്റോടുവാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വന്ധിനന്ദനൻ. അംഗദനാകുമിളയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൽക്കൊണ്ടു ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനദ്രിശൃംഗോപമൻ. തത്പാർശ്വസീമി നിൽക്കുന്നതു വാതജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോടു പറഞ്ഞു നിൽക്കുന്നവനുഗ്രനാം ശ്വേതൻ രജത സമപ്രഭൻ. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളനദിനങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും. മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധീശതബലി. സാരനാം ജാംബവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും. ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ അതിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ. ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും. ശ്രീരാമദേവനും മാനുഷനല്ലാദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ. വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി. ത്വങ്മാംസഭേദോസ്ഥി മൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും. ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ.
ഹന്ത ജഡാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥ ഭവിക്കുന്നതു ധീമത. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാ പാദഗൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനേ. ആത്മാവു നിർമ്മലനവ്യയനദ്വയനാത്മാനമാത്മനാ കണ്ടു തെളികനേ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിദാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതേ. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനം. എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാ പരനദ്വയൻ. സീതയെ രാമന്നു കൊണ്ടു കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു. നല്ല ജനത്തോടു ചോദിച്ചു കൊള്ളുകടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം നേരിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം. ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണസംയുതം രക്ഷാനിപൂണം വിഭീഷണസേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടുമതിലില്ല സംശയം. ഇത്തം ശുഖവാക്യമജ്ഞാനനാശനം
ശ്രുത്വാ ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഗനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാലുണ്ടു കാരുണ്യമെനിക്കതുകൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം പൊക്കിരുന്നേടിനാൻ. ശുകന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാ ശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ടു. ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാദികൾക്കു വിനാശത്തിനായിക്കൊണ്ടു. യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ. നിർജ്ജര വൈരികുല ശ്രേഷ്ഠനാകിയ വജ്രദംഷ്ടൻ മഹാദുഷ്ട നിശാചരൻ എന്തൊന്നു നല്ലു ശുകാപകാരത്തിനെന്നന്തരവും പാർത്തു പാർത്തിരിക്കും വിധൗ. കുംഭോദ്ഭവനാമഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാലൊരു ദിവസം ബലാൽ. സംപൂജിതനാമഗസ്ത്യതപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ. സ്നാതും ഗതേ മുനൗ കുംഭോദ്ഭവേ തദാ യാതുധാനാധിപൻ വജ്രദംശ്രാസുരൻ. ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തരാ ചൊന്നാൻ ശുകനോടു മന്ദഹാസാന്യുതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു മൃഷ്ടമായുണ്ണേണമിന്നു നമുക്കെടോ. ഛാഗമാംസം വേണമല്ലോ കരിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം വിളമ്പിക്കൊടുത്തൻപോടു തത്രൈവ വജ്രദംശൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായിട്ടു പൃഥ്വിയിൽ വാഴുക മത്തവോ വൈഭവാൽ. യുദ്ധം ശപിച്ചതു കേട്ടു ശുകൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം. മാംസോത്തരം ഭുജിക്കണമെനിക്കെന്നു
ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതുമെന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലു ചൊല്ലെന്തോ പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുകനും അഗസ്ത്യനോടന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമിരിജ്ജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജനം മാംസസമന്യുതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടിടു ചെയ്തതും. യുദ്ധം ശുകോക്തികൾ കേട്ടോരഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടോരളവുൾ താപമോടരുൾ ചെയ്താനഗസ്ത്യനും. വഞ്ചിതന്മാരായി വയംവത യാമിനി സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാ വിധിതന്മതമെന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലതു വന്നുകൂടും മേലിൽ നിർണയം, കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയ രാമസീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ടനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികേ. നാലുപുറവും വളഞ്ഞിരിക്കും ഒരു കാലമവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നെ അയക്കും ദശാനനന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശുനേ. രാക്ഷസഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. യുദ്ധമനുഗ്രഹിച്ചു കലശോദ്ഭവൻ, സത്യം തബോധനവാക്യം മനോഹരം. രാവണ ശുക സംവാദം. എന്നരുൾ ചെയ്തത് കേട്ട് തൊഴുതവൻ. ഇവിടെ രാമാദികൾ പറഞ്ഞു പോയി ദശാനനോട് ഇവിടെ നടന്ന കാര്യങ്ങൾ പറയുക എന്നരുൾ ചെയ്തത് കേട്ട്, അത് പറഞ്ഞത് കേട്ടിട്ട് തൊഴുതവൻ ചെന്ന്, ശുകൻ ചെന്ന് ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖനും നിരനിരയായിട്ട് മുഖമുള്ള ആ രാവണൻ അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം? കാരണം കുറേ ദിവസമായി അവിടെ നിന്ന് പോന്നിട്ട്. സാധാരണ ദൂതന്മാർ വന്നാൽ പെട്ടെന്ന് തിരിച്ചുപോയി കാര്യങ്ങൾ അറിയിക്കും. പക്ഷെ ഇവിടെ വൈകിപ്പോയിരിക്കുന്നു. അത് ചോദിക്കുകയാണ്, എന്ത് കാരണം ചൊൽകടോ? വാനരേന്ദ്രന്മാരറിഞ്ഞ് പിടിച്ച് അഭിമാന വിരോധം വരുത്തിയാരോ? ആരെങ്കിലും നിന്റെ അഭിമാനത്തിന് വിരോധം വരുത്തിയോ? നിന്നെ ഉപദ്രവിച്ചോ? തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം എന്താണ്? ആകെ ക്ഷീണിതനായിരിക്കുന്നു. മാനസേ ഖേദം കളഞ്ഞ് ചൊല്ലിയിടടോ, പറയൂ എന്താണ് കാരണം? രാത്രീഞ്ചരേന്ദ്ര ഉക്തി കേട്ട്
രാവണൻ ഇങ്ങനെ ചോദിച്ചത് കേട്ട് ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജപ്രവരാ ജയ ജയ, മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ. ഞാൻ അങ്ങയുടെ മോക്ഷത്തിനായിട്ടുള്ള ഒരു ഉപദേശവും കൂടെയാണ് തരാൻ പോകുന്നത്. സിന്ധു തൻ ഉത്തരതീര ഉപരി, സിന്ധു സമുദ്രം, സമുദ്രത്തിന്റെ വടക്കേ ഭാഗത്തിന്റെ ആ പർവ്വതത്തിൽ അവിടെ ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവ വാക്യങ്ങൾ, അങ്ങ് എന്നോട് പറഞ്ഞേൽപ്പിച്ച ആ കാര്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരെ. എന്നെ കൊന്നുകളയാൻ തുടങ്ങിയപ്പോൾ ഞാൻ രാമരാമ പ്രഭോ പാഹി പാഹീതി എന്ന് ഞാൻ ആമയം പൂണ്ട് കരഞ്ഞ നാദം കേട്ടു. അങ്ങനെ ഞാൻ കരഞ്ഞത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ദൂതൻ അവധ്യൻ, അയപ്പിൻ അയപ്പിൻ, അവനെ വെറുതെ വിടൂ എന്ന് ആദരവോട് അരുൾ ചെയ്തു ദയാപരൻ. ദയാപരനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ അരുൾ ചെയ്തു. അതുകൊണ്ട് വാനരന്മാരും അയച്ചാർ, എന്നെ വിട്ടയച്ചു. അതുകൊണ്ട് ഞാനും ഭയം തീർന്ന് നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു. അവരുടെ കൂടെ ഇതാ ഞാനും ഇങ്ങോട്ടെത്തിയിരിക്കുന്നു. അപ്പോൾ സേതു ബന്ധിച്ചതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് വാനരന്മാരുടെ കൂടെ ഏകദേശം ലങ്കയോടടുത്ത സമയത്ത് മാനവവീരൻ അനുജ്ഞയ ശ്രീരാമചന്ദ്രൻ എന്നെ പോകാൻ അനുവദിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ, അങ്ങയോട് പറയാനുള്ള ദൂത് രഘൂത്തമൻ എന്നോട് പറഞ്ഞയച്ചിട്ടുണ്ട്. ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ ഒന്നുകിൽ സീതയെ തരിക, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്ന് ഉഴറി ചെയ്തു കൊള്ളണം. രണ്ടായാലും എത്രയും പെട്ടെന്ന് ചെയ്യണം. രണ്ടും എനിക്ക് രണ്ടും ഒരുപോലെയാണ് എന്ന് നീ പറയണം. എന്ത് ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ. എന്തൊരു ധൈര്യത്താലാണ്, ആ ഒരു ഊറ്റം കൊണ്ടിട്ടാണ് സീതയെ കട്ടുകൊണ്ട് ഒരു അന്ധനെ പോലെ ആരും കാണുന്നില്ല എന്ന ഭാവത്തിൽ വന്നത്. പോരും അതിന് ബലമെങ്കിൽ, അതിന് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ട് പുറപ്പെടുക ശുനി. അതേ ഊറ്റത്തോടെ എന്നോട് യുദ്ധത്തിനും നീ വരിക. ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിവെടുത്തെന്നുള്ളിൽ വന്നിങ്ങു ബുക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. എന്റെ ഉള്ളിൽ ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന രോഷം തീർക്കാൻ ഞാൻ ആ ലങ്കയെ തവിട് പൊടിയാക്കുന്നതാണ്. നക്തഞ്ചരകുല ശ്രേഷ്ഠൻ ഭവാൻ ഒരു ശക്തൻ എന്നാകിൽ പുറപ്പെടുക ശുനി, പെട്ടെന്ന് യുദ്ധത്തിന് തയ്യാറാകൂ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സഹോദരൻ തന്നോട് കൂടവേ. രാവണനോട് പറയാണ്, നിന്റെ സഹോദരനായ വിഭീഷണൻ ഇപ്പോൾ അവരുടെ കൂട്ടത്തിലാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം, അങ്ങയെ കൊല്ലാൻ, രണാങ്കണെ യുദ്ധത്തിൽ കൊല്ലാൻ വേണ്ടി. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണൂ ദശകണ്ഠ പ്രഭോ കപിപുങ്കവ പാലിതം, കപിശ്രേഷ്ഠനായ സുഗ്രീവനാൽ പാലിക്കപ്പെടുന്ന ആ സൈന്യത്തെ കാണൂ. പർവ്വത സന്നിഭന്മാരായ പർവ്വതാകാരം ഉള്ള വാനരർ ഉർവി കുലുങ്ങവേ, ഭൂമി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. ഇപ്പോൾ യുദ്ധം ചെയ്യണം എന്ന ഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിഹ, അവർ എത്രയുണ്ട് എന്ന് ഒരു പിടിയുമില്ല. സംഖ്യാവതാംവരനായ, ഇങ്ങനെ കണക്ക് കൂട്ടാൻ അറിയാവുന്ന ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള കുമാരനും, സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പോലും ഇത് തിരിച്ചറിയാൻ സാധിക്കില്ല അവരെത്രമാത്രം ഉണ്ട് എന്ന്. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. പരാക്രമികളായ ആ വാനരസേനയിലെ പ്രധാനികൾ ആരാണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരാം. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ, 100,000 പടയോടും റിപുക്കളെ വെണ്ണീറാക്കുവാൻ വേണ്ടി ഉഴറ്റോട്
ആകെ ഊറ്റം കൊണ്ടിട്ട് അങ്ങനെ വാൽ പൊങ്ങിച്ച് കാലനും പേടിച്ച് മണ്ടും അവനോട്. ആരെ? നീലനാം സേനാപതി വന്ധിനന്ദനൻ. അഗ്നിയുടെ മകനായ നീലൻ എന്ന സേനാപതിയെ നോക്കൂ. അവൻ ഇപ്പോൾ തന്നെ ഈ ലങ്കയെ വെണ്ണീറാക്കുമെന്ന ഭാവത്തിൽ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇനി അംഗദനാകും ഇളയ രാജാവ്, ഇപ്പോഴത്തെ യുവരാജാവ്, അതിനങ്ങേത്. അപ്പൊ ഓരോരുത്തരെ അവരുടെ സ്ഥാനം പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. പത്മകിഞ്ചൽക്ക സമപ്രഭൻ. പത്മകിഞ്ചൽക്കം എന്നാൽ താമരയല്ലി, അതിന് തുല്യമായ പ്രഭയോടുകൂടിയവൻ. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചങ്ങനെ, അതായത് അക്ഷമനായിട്ട് യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അക്ഷമയോടെ നിൽക്കുകയാണ്. അപ്പോൾ വാല് ഭൂമിയിൽ ഇങ്ങനെ തച്ച് അടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നത് ബാലിതൻ നന്ദനൻ അദ്രിശൃംഗ ഉപമൻ. പർവ്വതാകാരിയാണ്, അതേപോലെ ശക്തിയും അവനുണ്ട്. തത് പാർശ്വസീംനി. ഇനി അവന്റെ അടുത്ത് നിൽക്കുന്നത് വാതാത്മജനായിട്ടുള്ള ഹനുമാൻ. അവനെ ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ത്വത്പുത്രഘാതകൻ, നിന്റെ മകനെ കൊന്നവനാണ്. രാമചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ. ഇനി അവർ തമ്മിൽ ആരോ സംസാരിക്കുന്നുണ്ട്. അതിൽ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശ്വേതൻ. ശ്വേതവർണം, വെളുത്ത വർണ്ണം, ആ പേര് പോലെ തന്നെ അവൻ ശ്വേതനാണ്. രജത സമം, വെള്ളിക്ക് തുല്യമായിട്ടുള്ള പ്രഭയോടുകൂടിയവനാണ്. ഇനി രംഭൻ അങ്ങേത്, അതിനപ്പുറത്ത് രംഭൻ. അവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ, മഹാബലനാണ്. മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനും. മൈന്ദനും വിവിധനും ചേട്ടനും അനുജനുമാണ്. അവരാകട്ടെ വൃന്ദാരക വൈദ്യൻ, ദേവവൈദ്യനായിട്ടുള്ള അശ്വിനി കുമാരന്മാരുടെ നന്ദനന്മാരല്ലോ, മക്കളാണ്. സേതുകർത്താവാം നളൻ അതിനങ്ങേത്. ഇവിടേക്ക് വരാൻ സേതു ബന്ധിച്ചതിന് നേതൃത്വം കൊടുത്ത നളനാണ് അതിനപ്പുറത്ത് നിൽക്കുന്നത്. ബോധമേറും വിശ്വകർമാവ് തന്മകൻ, ജ്ഞാനിയായിട്ടുള്ള വിശ്വകർമാവിന്റെ മകനാണ്. ഇനി ഓരോരുത്തരെയായിട്ട് അങ്ങനെ പേര് പറഞ്ഞു പോവുകയാണ്. താരൻ, പനസൻ, കുമുദൻ, വിനതനും, വീരൻ, വൃഷഭൻ, വികടൻ, വിശാലനും, മാരുതിതൻ പിതാവ്, ഹനുമാന്റെ അച്ഛനായ കേസരി, ശൂരനായിടും പ്രമാധി, ശതബലി, സാരനാം ജാംബവാനും, വേഗദർശിയും, വീരൻ, ഗജനും, ഗവയൻ, ഗവാക്ഷനും, ശൂരൻ, ദധിമുഖൻ, ജ്യോതിർമുഖൻ, അതിഘോരൻ, സുമുഖനും, ദുർമുഖൻ, ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു, പറഞ്ഞു ക്ഷീണിച്ചു എന്നാണ്. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞ് പോർക്കായി 21 വെള്ളം. വെള്ളം എന്നാൽ കോടിക്കണക്കാണ്. അപ്പൊ 21 വെള്ളം എന്നാൽ മഹാകോടി. പടയും ഉണ്ട് ഉള്ളത് അവർക്കെല്ലാം. മാത്രമല്ല ഒരു കാര്യം നീ അറിയണം രാവണ, ദേവാരികളായ ദേവന്മാരുടെ ശത്രുക്കളായ നിങ്ങൾ രാക്ഷസരെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ ഇവരെ വരും. ഇവരാരെയും നീ വെറുമൊരു വാനരൻ എന്ന് അങ്ങ് തള്ളിക്കളയരുത്. ഇവരൊക്കെ ദേവന്മാർ തന്നെയാണ്. ശ്രീരാമദേവനും മാനുഷനല്ല, ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായാദേവി, സോദരൻ ലക്ഷ്മണനായത് അനന്തനും. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയുക വഴി പോലെ. ഈ ലോകത്തിന്റെ മാതാപിതാക്കളാണ് ഇവർ രണ്ടുപേരും. വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്നതോർക്ക നീ മാനസേ. നീ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിനക്ക് എന്തിനാണ് അവരോട് ഇത്ര ദേഷ്യം? പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. ജഡമായിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരം അത് എല്ലാവർക്കും പഞ്ചത്വം പ്രാപിക്കും. തിരിച്ച് അവയിലേക്ക് ലയിച്ച് എല്ലാ മനുഷ്യനും ഇവിടെ നിന്ന് ഒരു ദിവസം ശരീരം കൊണ്ട് അപ്രത്യക്ഷരാകും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് 5 × 5 25, അതാണ് പഞ്ചാത്മക തത്വങ്ങൾ. 25 തത്വങ്ങളാണ് ഉള്ളത്. ആ തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി, അതായത് ഇവിടെ മൂലപ്രകൃതി മുതൽ ഇങ്ങോട്ട് മഹത്തത്വം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, പഞ്ചേന്ദ്രിയങ്ങൾ, അതിൽ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 10, പിന്നെ
പഞ്ചഭൂതങ്ങൾ, പിന്നെ അവയുടെ തന്മാത്രകൾ, ഇങ്ങനെയെല്ലാം കൂടിയിട്ടാണ് 25 തത്വങ്ങൾ. ഈ തത്വങ്ങളാണ് ഈ ലോകമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഓരോരുത്തരുടെ ശരീരം എന്ന് പറയുന്നത് ത്വങ് മാംസമേധ അസ്ഥി മൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമെത്രയും. ഈ ശരീരത്തെയല്ലേ നീ കാമിച്ചത്? ഇത് വെറും ദുർഗന്ധമായിട്ടുള്ള ഒരു മലഭാണ്ഡമാണ്. ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കതോർക്ക നീ. ഈ മലഭാണ്ഡമായ ശരീരത്തെ കുറിച്ച് ഓർത്താണ് എല്ലാവരും ഞാൻ എന്നിങ്ങനെ അഭിമാനിക്കുന്നത്. ഹന്ത കഷ്ടം തന്നെ. ജഡാത്മകമായ കായത്തിങ്കൽ ഈ ജഡമായിട്ടുള്ള ശരീരത്തിലാണല്ലോ മനുഷ്യന് എന്തൊരാസ്ഥ, എന്തൊരു താല്പര്യമാണ് ഈ ശരീരത്തിന്റെ കാര്യത്തിൽ ഭവിക്കുന്നത്. ധീമതാം, അതായത് ബുദ്ധി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ അജ്ഞാനിയാണ് ശരിക്കും. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതക ഔഘങ്ങൾ, ബ്രഹ്മഹത്യാ പാപങ്ങൾ പോലെയുള്ള പാപങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഈ ശരീരത്തോടുള്ള ആസക്തിയാണ്. അങ്ങനെ കൃതങ്ങളാകുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ശരീരത്തോടുള്ള ആസക്തി കൊണ്ടാണ്. ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം. എത്ര കാലം ഈ ശരീരം കൊണ്ട് നിനക്കിങ്ങനെ അഹങ്കരിക്കാൻ സാധിക്കും? ഒരസുഖം വന്നാൽ തീർന്നു. പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും വന്നുകൂടുന്നു സുഖ ദുഃഖ ബന്ധനം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുന്ന പുണ്യപാപങ്ങളോട് ചേർന്നിട്ട് ഈ ജീവനും ബന്ധിക്കപ്പെട്ടതായി തോന്നുന്നു. മാത്രമല്ല, ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും വാസന, ആ വാസനകൾ സൂക്ഷ്മ ശരീരത്തിൽ അങ്ങനെ അടിഞ്ഞുകൂടിയിട്ടാണ് പിന്നീട് സുഖവും ദുഃഖവുമൊക്കെ വരുന്നത്. ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച് കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ സ്വതന്ത്രരായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നും. എന്നാൽ നമ്മളൊക്കെ ബന്ധനസ്ഥരാണ് നമ്മുടെ തന്നെ കർമ്മങ്ങളാൽ, കർമ്മവാസനകളാൽ. അതാണ് അവശത്വേന, ബന്ധനസ്ഥരെന്ന പോലെയാണ് നമ്മൾ ഈ ലോകത്ത് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്ന് ഭവിക്കുന്നു. അങ്ങനെ മോഹിതരായ ആളുകൾക്കാണ് ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഈ ദ്വന്ദ്വഭാവം ഒക്കെ ഉണ്ടാകുന്നത്. ശോക ജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളകനീ. ഈ ശോകമില്ലാതാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഞാൻ ഈ ദേഹമല്ല എന്ന അഭിമാനം കളയുക. ആത്മാവാണ് ഞാൻ. ആ ആത്മാവാകട്ടെ നിർമ്മലൻ, അവ്യയൻ, അദ്വയൻ. ആത്മാനം ആത്മന, തൻ്റെ ഉള്ളിലെ ആ ജീവസ്വരൂപത്തെ മനസ്സുകൊണ്ട് അറിയാൻ, അതാണ് ആത്മന, കണ്ട് തെളിയുക നീ. ആദ്യം മനസ്സുകൊണ്ട് അനുഭവിക്കാൻ ശ്രമിക്കുക. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനീ തന്നെ ലയിക്ക നീ കേവലം. ആദ്യമൊക്കെ മനസ്സുകൊണ്ട് ആ ആത്മാവിനെ കാണുന്നതായിട്ട് സങ്കല്പിക്കുക, ചിത്തശുദ്ധി വരുത്തുക. പതുക്കെ പതുക്കെ അതിലേക്ക് ലയിക്കുക. പുത്രധാര അർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സക്തി കളഞ്ഞ് വിരക്തനായി വാഴുക. കാരണം മനുഷ്യൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ മഹത്വമുള്ളതാണ് എന്നാണ്. എന്നാൽ ഓർക്കുക, ഈ ലോകത്തിലെ സൂകര അശ്വാദി ദേഹങ്ങളിലാകിലും ഒരു പന്നിയും അശ്വം, കുതിരയും അതുപോലെ എല്ലാ പക്ഷി മൃഗാദികൾക്ക് പോലും ഈ ആസക്തി ഉണ്ട്. അത് മനുഷ്യന് മാത്രമല്ല ഈ ഭോഗം എന്നത് നരകാദികളിലും ഉണ്ടല്ലോ, അവിടെയും ഉണ്ട് ഭോഗം. അതുകൊണ്ട് സുഖഭോഗങ്ങൾക്ക് പുറകെ പോകുന്നതിൽ വലിയ മഹത്വമൊന്നുമില്ല. അതിനുവേണ്ടി ഞാൻ പണം സമ്പാദിച്ചു, എൻ്റെ മക്കളെ നോക്കുന്നു, കുടുംബത്തെ നോക്കുന്നു എന്ന് അഭിമാനം കൊള്ളുന്നവൻ വിഡ്ഢിയാണ്. കാരണം ഇത് തന്നെയാണ് എല്ലാ മൃഗങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മൃഗതുല്യമായ ഒരു ജീവിതം മാത്രമേ അതാകുന്നുള്ളൂ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ചിതാഹന്ത, പിന്നെ ദ്വിജത്വവും വന്നിതു. എന്നാൽ വിവേകം നമുക്ക് ഉള്ളിൽ ഉദിക്കുന്ന സമയത്ത് ദ്വിജത്വവും വരുന്നു. ദ്വിജത്വം എന്ന 2 ജന്മം. അപ്പോൾ ആദ്യം നമ്മൾ മൃഗതുല്യരായി ജീവിച്ച് വന്നിട്ട് പിന്നീട് വിവേകം ഉള്ളിൽ വരുമ്പോഴാണ് ഈ ജീവിതം എന്നത് വെറും മൃഗതുല്യമാണ്,
ഇത് ഞാൻ ഉപേക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ആ ആസക്തി വിട്ടിട്ട് ഈശ്വരനോട് ചേരാനുള്ള ഒരു മനസ്സ് സാധന ചെയ്യുമ്പോൾ അപ്പോഴാണ് അവൻ ബ്രാഹ്മണനായി തീരുന്നത്. അതാണ് ദ്വിജത്വം. അതുമാത്രമല്ല, കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ, ഇവിടെ എഴുത്തച്ഛന്റെയാണ് എഴുത്തച്ഛന് നമ്മളോട് പറയാനുള്ള കാര്യമാണ് പല കഥാപാത്രങ്ങളിലൂടെയും സംസാരിക്കുന്നത്. അതാണ് കർമ്മഭൂമിയായ ഭാരതഖണ്ഡത്തിൽ എന്ന് പറഞ്ഞത്. ശുകൻ എന്ന രാക്ഷസൻ ഇപ്പോഴുള്ളത് ലങ്കയിലാണ്. അപ്പോൾ ലങ്കയിലുള്ള ഒരാൾ ഭാരതഭൂമിയിൽ ജനിക്കുക എന്നതിനെ കുറിച്ച് പറയാൻ സാധ്യത കുറവാണ്. അതാണ് ഇത് എഴുത്തച്ഛന്റെ ഭാഷ്യമാണ് എന്ന് പറയാൻ കാരണം എഴുത്തച്ഛന്റെ ഉദ്ദേശം രാമായണ പഠനത്തിലൂടെ അതിൻ്റെ ഇടയിൽ കഷായം പോലെ, എന്നാൽ അത് തേനിൽ കുഴച്ച് തരുന്നത് പോലെ, ആത്മീയ വിഷയമാകുന്ന കഷായം രാമായണ കഥയെന്ന തേനിൽ കുഴച്ച് തരികയാണ് എഴുത്തച്ഛൻ. അത് ഓരോരോ കഥാപാത്രങ്ങളിലൂടെ എഴുത്തച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മെ ആധ്യാത്മികമായി ഉദ്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് അധ്യാത്മ രാമായണം എന്ന് തന്നെ പേര് വന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ ഭാരതഖണ്ഡത്തിൽ കർമ്മഭൂമിയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കർമ്മം ചെയ്തിട്ട് പുണ്യപാപങ്ങളാകുന്ന വാസനകളെയൊക്കെ നമ്മൾ ക്ഷയിപ്പിക്കേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം, ധന്യനായുള്ളവൻ ഓർക്ക മഹാമതേ. ഇത് ശുകൻ ഉപദേശിക്കുന്നത് പോലെയാണ്, പക്ഷെ എഴുത്തച്ഛൻ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യൻ ആ ആധ്യാത്മിക സത്യത്തിലേക്ക് നടന്നെടുക്കുക തന്നെ വേണം. അങ്ങനെ ആയാൽ പിന്നെ ഈ ഭോഗത്തിലൊന്നും ഒരാഗ്രഹവും ഉണ്ടാവുകയില്ല. പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ, അങ്ങൊരു ബ്രാഹ്മണാഢ്യനാണ്, ത്രൈലോക്യ സമ്മതനാണ്, ഘോര തപോധനൻ. കാരണം തപസ് ചെയ്തയാളാണ് രാവണൻ, ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചയാളാണ്. എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. അതാണ് പറയുന്നത്, തപസ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾ ചിത്തശുദ്ധി നേടുന്നില്ല എങ്കിൽ ആ തപസ് പോലും അത് വ്യർത്ഥമാണ്. അതൊക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി വഴിപാട് കഴിക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വഴിപാട് കഴിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും അല്ല ഭക്തി എന്ന്. ചിത്തശുദ്ധി കൈവരികയാണ് ഭക്തി. ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. അപ്പോൾ ഉപദേശിക്കുകയാണ്, ഇന്നു മുതലെങ്കിലും നീ എല്ലാ ദുർവിചാരങ്ങളും ദുർജനങ്ങളുമായിട്ടുള്ള സംഘങ്ങളും ഇല്ലാതാക്കിയിട്ട് ആസക്തിയൊക്കെ പരിത്യജിച്ചിടുക. എന്നിട്ട് രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാ പരൻ അദ്വയൻ. സീതയെ രാമന് കൊണ്ടക്കൊടുത്ത് തത്പാദപത്മ അനുചരനായി ഭവിക്ക നീ. അവന്റെ സേവകനായിട്ട് ഭവിക്കൂ. സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത്, നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളുകടോ. ഞാനീ പറഞ്ഞത് എത്രയോ നല്ലതാണ്, നിനക്ക് ജീവിതത്തിന് ഉയർച്ച വരാനുള്ളതാണ്. വേണമെങ്കിൽ അറിയാവുന്നവരോട്, പണ്ഡിതന്മാരോട് പോയി ചോദിക്കൂ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ട് സാധിക്ക മോക്ഷവും. ഈ ഒരു ജപം കൊണ്ട് മാത്രം നമുക്ക് മോക്ഷം വരും. സത്സംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതക കാന്തികാന്തം, മരതകരത്ന കാന്തിയോടുകൂടിയ ആ ഭഗവാനെ രമാസേവിതം ചാപബാണ ആയുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം, തന്നെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നതിൽ നിപുണനായിട്ടുള്ള ഇപ്പോൾ വിഭീഷണനാലും സേവിക്കപ്പെടുന്ന ആ ഭഗവാനെ ഭക്തിയാ നിരന്തരം ധ്യാനിച്ചുകൊള്ളുകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനം. യഥാർത്ഥത്തിൽ ഒരുവന്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഈ വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട് ദശാസ്യനും ക്രോധതാമ്രാക്ഷനായി കണ്ണൊക്കെ ചുവന്നു. ആ അഗ്നിയിൽ ദഗ്ധനായി പോകും ശുകൻ. ഇപ്പോൾ ശുകൻ ചാരമായി പോകും എന്ന് തോന്നുമാർ അത്യന്തരോഷേണ നോക്കി ഉര ചെയ്താൻ.
ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ഒട്ടും ലജ്ജയില്ലാതെ ശിക്ഷ ചൊല്ലുവാൻ, എനിക്ക് നേർവഴി കാണിക്കാൻ നിനക്ക് എന്ത് കാരണം? എന്തൊരു ധൈര്യമാണ് നിനക്ക്? നീ എന്റെ ഭൃത്യനാണ്. പണ്ട് നീ ചെയ്തോരുപകാരമോർക്കയാൽ, ഒരു പക്ഷേ പണ്ട് പല ഉപദേശങ്ങളിലൂടെയും രാവണനെ പല ആപത്തിൽ നിന്നും രക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉപകാരം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാരുണ്യം എനിക്ക് നിന്നോടുണ്ട്. കാരുണ്യം എനിക്ക് അതുകൊണ്ട് ഞാൻ ഇന്ന് കൊല്ലുന്നതില്ലെന്ന് കൽപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ കൊല്ലാതെ വെറുതെ വിടുകയാണ്. പക്ഷെ എൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. ഇനി എനിക്ക് നിന്നെ കാണണ്ട. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. എനിക്കൊരു ക്ഷമയുമില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ, വന്നുകൂടും മരണം നിനക്കിന്നുമേ. ഇന്ന് നിനക്ക് മരണം സംഭവിക്കും ഇനിയും ഇവിടെ നിന്നാൽ എന്നത് കേട്ട് പേടിച്ചു വിറച്ചവൻ ചെന്ന് തൻ മന്ദിരം പുക്കിരുന്നീടിനാൻ. തന്റെ ഗൃഹത്തിലേക്ക് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഇനി ഇത്രയൊക്കെ പറയാൻ ശുകന് എങ്ങനെയാണ് ഈ ഒരു അറിവൊക്കെ കിട്ടിയത്? ആരായിരുന്നു ശുകൻ? അതാണ് ശുകന്റെ പൂർവ്വ വൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാ ശുകൻ നിർമ്മലൻ, ബ്രാഹ്മണ്യവും പരിപാലിച്ച് സന്തതം. ഒരു ബ്രാഹ്മണനായിരുന്നു, ഉത്തമ ബ്രാഹ്മണനായിരുന്നു. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ട്, മഹാജ്ഞാനികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അങ്ങനെ ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി, ദേവകൾക്ക് ഉയർച്ച വരാൻ വേണ്ടിയിട്ട് നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ട്, രാക്ഷസന്മാർക്ക് നാശം വരുത്തണം എന്ന രീതിയിൽ തന്നെ യാഗാദി കർമ്മങ്ങൾ ചെയ്ത് മേവിയിടിനാൻ. അപ്പോൾ ഈ രാക്ഷസന്മാരെ പിണക്കിയത് കൊണ്ട് തന്നെ രാക്ഷസന്മാർക്ക് ഈ ശുകനോട് വലിയ ദേഷ്യമായിരുന്നു. യോഗം ധരിച്ച് പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരക അഭ്യുദയാർത്ഥിയായി, ദേവന്മാരുടെ അഭ്യുദയത്തിന് വേണ്ടിയിട്ട് രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരെ. അങ്ങനെ ഇരിക്കവേ നിർജ്ജര വൈരികുല ശ്രേഷ്ഠൻ, നിർജ്ജര വൈരി ദേവന്മാരുടെ ശത്രുക്കൾ രാക്ഷസന്മാർ, അവരുടെ കുലത്തിലെ ശ്രേഷ്ഠൻ എന്നാൽ ഏറ്റവും കൂടുതൽ ദുഷ്ടൻ എന്നർത്ഥം. അങ്ങനെയുള്ള വജ്രദംഷൻ മഹാദുഷ്ട നിശാചരൻ എന്തൊന്നു നല്ലൂ ശുക അപകാരത്തിന്. കാരണം ഈ രാക്ഷസന്മാരുടെ നാശത്തിനായിട്ടാണ് ശുകൻ യാഗകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ശുകനെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്താണ് ഒരു വഴി എന്ന അന്തരവും പാർത്ത്, ഒരു വഴിയും പാർത്തിരിക്കും വിധവും ആ സമയത്ത് കുംഭോദ്ഭവനാം അഗസ്ത്യൻ, ഒരു കുടത്തിൽ നിന്നാണ് അഗസ്ത്യ മഹർഷി ഉണ്ടായത്. അങ്ങനെയുള്ള ആ അഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായാൻ ഒരു ദിവസം ബലാൽ. സംപൂജിതനാം അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടു. അതിനു മുന്നേയുള്ള സ്നാനാദി കർമ്മങ്ങൾ ചെയ്യാൻ സ്നാതും കുളിക്കുവാൻ വേണ്ടി ഗതേ പോയപ്പോൾ മുനൗ, ഈ മുനി പോയപ്പോൾ കുംഭോദ്ഭവേ തഥാ, കുംഭോദ്ഭവനായ മുനി കുളിക്കാൻ പോയപ്പോൾ യാതുധാനാധിപൻ ഈ വജ്രദംഷൻ എന്ന അസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചന്തരാ, അഗസ്ത്യന്റെ രൂപം ധരിച്ചു. എന്നിട്ട് പോയി ചൊന്നാൻ ശുകനോട് മന്ദഹാസന്യുതം, മന്ദഹാസത്തോടുകൂടെ പറയുകയാണ്, ഒട്ടുനാളുണ്ട് മാംസം കൂട്ടി ഉണ്ടിട്ട്, മാംസം കൂട്ടി ഭക്ഷണം കഴിക്കാൻ എനിക്ക് വലിയ കൊതിയുണ്ട്. മൃഷ്ടമായി ഉണ്ണേണം ഇന്ന് നമുക്കെടോ, അതുകൊണ്ട് കുറച്ച് മാംസം നീ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് തരണം. ഛാഗമാംസം വേണമല്ലോ കറി, ആടിന്റെ മാംസം വേണം എനിക്ക് കറിയായിട്ട്. ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ, നീ ഒരു ബ്രാഹ്മണ സത്തമനാണ്. വരുന്ന അതിഥികളെ യഥാപൂർവം അവർക്കിഷ്ടപ്പെട്ടത് കൊടുത്ത് സ്വീകരിക്കേണ്ടവനാണ് എന്നളവേ. മാത്രമല്ല ശുകൻ പത്നിയോടും തഥാ ചൊന്നാൻ, അങ്ങനെ എന്നവളും ചൊന്നാൾ. കാരണം മഹർഷി പറഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല, ശരി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല മധ്യേ ഇതിനിടയിൽ ഈ അസുരൻ, ഈ രാക്ഷസൻ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. ആ രാക്ഷസൻ അവളുടെ ആ പത്നിയുടെ, ശുകന്റെ പത്നിയുടെയും മനസ്സിൽ കയറി മായ പ്രവർത്തിച്ചു. അങ്ങനെ മർത്യമാംസം വിളമ്പിക്കൊടുത്തൻപോട് അഗസ്ത്യ മഹർഷി വന്നപ്പോൾ മർത്യമാംസം
വിളമ്പിക്കൊടുത്തു. ആടിന്റെ വേണം എന്നാണ് പറഞ്ഞത്, പക്ഷെ ഒരു മനുഷ്യനെ തന്നെ കൊന്നിട്ട് ആ ഭക്ഷണം വിളമ്പിക്കൊടുക്കേണ്ടി വന്നു. തത്രൈവ വജ്രദംശൻ മറഞ്ഞിടിനാൻ. എന്നിട്ട് രാക്ഷസൻ ആ ആശ്രമത്തിൽ അങ്ങനെ മറഞ്ഞിരുന്നു. മർത്യമാംസം കണ്ട് മൈത്രാവരുണിയും, മിത്രാവരുണന്മാരുടെ മകനാണ് അഗസ്ത്യൻ. അങ്ങനെ മൈത്രാവരുണിയായ അഗസ്ത്യൻ മർത്യമാംസം കണ്ട് ക്രുദ്ധനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചിതു. മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായിട്ട് പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഞാനിതാ നിന്നെ ശപിക്കുന്നു, എനിക്ക് മർത്യമാംസം വിളമ്പിയ നീയും മർത്യനെ കൊല്ലുന്ന ഒരു രാക്ഷസനായി തീരട്ടെ. യുദ്ധം ശപിച്ചത് കേട്ട് ശുഗൻ താനും എത്രയും ചിത്രം, ഇതെന്തൊരു കാരണം, ഇതെന്ത് സംഭവിച്ചു, ഒന്നും മനസ്സിലാകുന്നില്ല. മാംസോത്തരം ഭുജിക്കേണം എനിക്കെന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. അപ്പോൾ ശുഗൻ താണു തൊഴുതു ചോദിക്കുകയാണ്, മഹർഷേ, അങ്ങ് തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് മാംസം കൂട്ടി ഭക്ഷണം കഴിക്കണമെന്ന്? പിന്നെ അതിന് കോപിച്ച് ശപിച്ചതും എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവൂ. ഞാൻ എന്ത് ചെയ്യാനാണ്? അങ്ങ് പറഞ്ഞതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചൊല്ലു എന്ത് പറഞ്ഞതു നീ സഖേ, നല്ല വൃത്താന്തം ഇത് എന്നോട് ചൊല്ലണം. അപ്പോൾ അഗസ്ത്യ മഹർഷിക്കും അതിശയമായി, നീ എന്താണ് പറയുന്നത്, ശരിക്കും എന്താ ഇവിടെ സംഭവിച്ചത് എന്നത് കേട്ട് ശുഗനും അഗസ്ത്യനോട് അന്നേരം ആശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം, അതായത് അങ്ങ് കുളിക്കാൻ പോയതിനു ശേഷം ഈ ജനത്തോട് വീണ്ടും വന്ന് അരുൾ ചെയ്തു. അങ്ങ് വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞതല്ലേ വ്യഞ്ജനം, കറി മാംസസമന്വിതം വേണമെന്ന്, മാംസമുള്ള കറി, അതായത് മാംസം കൊണ്ടുണ്ടാക്കിയ കറി വേണമെന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അഞ്ജസ ഞാനത് കേട്ടിത് ചെയ്തതും, അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. യുദ്ധം ശുഭോക്തികൾ കേട്ടോർ അഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. അഗസ്ത്യ മഹർഷി ധ്യാനിച്ചിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത്. വൃത്താന്തം ഉൾക്കാമ്പുകൊണ്ട് കണ്ടോരളവ് ഉൾത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. കാര്യം മനസ്സിലായപ്പോൾ അഗസ്ത്യ മഹർഷിക്ക് കുറ്റബോധം തോന്നി. വഞ്ചിതന്മാരായി വയം, നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ബത്ത കഷ്ടം. യാമിനി സഞ്ചാരികൾ, രാക്ഷസന്മാരുടെ പണിയാണിത്, അവരിത് ചെയ്തത് നിർണയം. ഞാനും അതിമൂഢനായി, ഞാനും ശ്രദ്ധിച്ചില്ല, അങ്ങയെ ഞാൻ വെറുതെ ശപിച്ചു. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാൽ ഊനം വരാ വിധി തന്മതം എന്നുമേ. ഇതൊക്കെ ആ വിധിയുടെ കളിയാട്ടമാണ്. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം, എന്തായാലും ഞാൻ പറഞ്ഞത് തെറ്റില്ല. സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടും മേലിൽ നിർണയം. എന്നാൽ ഇപ്പോൾ തൽക്കാലം അങ്ങനെ ആയെങ്കിലും ഇനി അങ്ങോട്ട്, അതായത് രാക്ഷസനായാലും പിന്നീട് നിനക്ക് നല്ലത് വരും. അതിന് കാരണമായി വരുന്നത് കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വെച്ചുകൊള്ളും ദൃഢം. ഇനി ത്രേതായുഗത്തിൽ ശ്രീരാമപത്നിയായ സീതയെ രാവണൻ അവരുടെ അശോകവനികയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ രാവണഭൃത്യനായി നീയും വരും ചിരം, നീ അവിടുത്തെ ഭൃത്യനായി തീരും. കേവലം നീ അവൻ ഇഷ്ടനായും വരും, നിന്നെ അവന് നല്ല ഇഷ്ടം, നിന്നോട് അവൻ ഇഷ്ടമുണ്ടാകും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികെ നാലുപുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനൻ, അന്ന് നീ ചെന്ന് വണങ്ങുക രാമനെ സാദരം. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സമുദ്രതീരം മുഴുവൻ വാനര സൈന്യം വന്നാൽ നിന്നെയാണ് രാവണൻ അയക്കുക കാര്യങ്ങൾ അറിയാൻ. അപ്പോൾ നീ ചെന്ന് വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലുക. എന്നിട്ട് രാവണന് ആത്മതത്വോപദേശം ചെയ്ത് ദേവപ്രിയനായി വരും പുനരാശുനി. അങ്ങനെ ചെയ്യുമ്പോൾ നീ ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടവനായി തീരും. അപ്പോൾ രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. നിനക്ക് വീണ്ടും ബ്രാഹ്മണ പദവി ലഭിക്കുന്നതാണ്. യുദ്ധം അനുഗ്രഹിച്ചു കലശോദ്ഭവൻ, കലശം കുടത്തിൽ നിന്ന് ജനിച്ച അഗസ്ത്യ മഹർഷി ഇങ്ങനെ അന്ന് അനുഗ്രഹിച്ചിരുന്നു. സത്യം തപോധനവാക്യം മനോഹരം. താപസശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ എപ്പോഴും സത്യമായിത്തീരും. അപ്പോൾ ഈ ഒരു സംഭവത്തോടെ രാവണന് ആത്മതത്വോപദേശം ചെയ്തതിലൂടെ ശുഗന് ശാപമോക്ഷം ലഭിച്ചു എന്ന് അർത്ഥം. ഓം
ശ്രീരാമചന്ദ്രായ നമഃ.